നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. CPI നാട്ടിക മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി കരിക്കുടി ചകിരി തൊഴിലാളി സമരസ്മരണയും സമരസഖാക്കൾക്ക് ആദരവും നടത്തി. കുപ്രസിദ്ധ ഗുണ്ട നാട്ടിക സ്വദേശി കരിപ്പായി രമേശിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. തൃപ്രയാർ ലയൺസ് ക്ലബ് നടത്തിവരുന്ന സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പിന്റെ 30ാം വാർഷികം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ചകിരി തൊഴിലാളികളും ചെത്ത് തൊഴിലാളികളും നടത്തിയ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളാണ് ഈ നാടിന്റെ സാമൂഹിക ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ പറഞ്ഞു. CPI നാട്ടിക മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കരിക്കുടി ചകിരി തൊഴിലാളി സമരസ്മരണയും സമരസഖാക്കൾക്ക് ആദരവും പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1955 അതായത് സ്വതന്ത്ര ഇന്ത്യ 8 വർഷം പിന്നിട്ടതിന് ശേഷം കേരള സംസ്ഥാനം രൂപപ്പെടുന്നതിൻ്റെ തലേ വർഷം, അന്ന് കേരളമില്ല, നമ്മളൊക്കെ അന്ന് തിരുക്കൊച്ചിക്കാരാണ്. നമ്മുടെ പുഴയുടെ അപ്പുറം കാനോലി കനാലിൻ്റെ അപ്പുറം മലബാറാണ്, മദ്രാസ് സ്റ്റേറ്റാണ്. ആ കാലഘട്ടത്തിൽ ചകിരി തല്ലി മാത്രം ജീവിച്ചിരുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തും യൗവനകാലത്തും ഒക്കെ ഏനമാവ് കടവ് മുതൽ ഈ കരിക്കുടി വരെ നീണ്ടു നിൽക്കുന്ന പ്രദേശത്ത് പുഴയോരത്തിരുന്ന് ചകിരി തല്ലിയിരുന്ന സഹോദരിമാരെ കുറിച്ച്, അതുകൊണ്ട് മാത്രം ജീവിതം നയിച്ചിരുന്ന സഹോദരിമാരെ കുറിച്ച്, തലച്ചുമടായി ഭക്ഷണം പാകം ചെയ്ത് അത് തലയിൽ വെച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാരായണമ്മയ്ക്ക് എന്തേ നേരത്തെ കഷണ്ടി വന്നത്, തലയിൽ ചൂടുള്ള ചട്ടിയും വെച്ചിട്ട് ചകിരിതെല്ലാം പോയിട്ടാണ്. അതുപോലെ എത്രയോ കഥകൾ എൻ്റെ വീട്ടിലും അയൽവാസികളിൽ നിന്ന് നോക്കിയായിട്ട് ചകിരി തൊഴിലാളികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതിലേറ്റവും പ്രത്യേകത ഇവിടെ സഖാവ് സുനിലും അതിനു മുൻപ് സ്വാഗതം പറഞ്ഞ കൃഷ്ണകുമാറും ചരിത്രം ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചവരും ഒക്കെ പറഞ്ഞത് സ്ത്രീകളുടെ സമരമായിരുന്നു ചകിരി തൊഴിലാളി സമരം. മർദ്ദനം ഉറപ്പാണ് എന്ന് അത്രയും നിശ്ചയമുള്ളിടത്തേക്ക് എടുത്തു ചാടിച്ചെന്ന് മർദ്ദനമേറ്റതാണ്. ചകിരിക്കുഴിയിൽ ഇറങ്ങിയാൽ തലയ്ക്കടി കിട്ടും, ശരീരമാകെ ചകിരി തല്ലുന്ന പനവടി കൊണ്ട് അടികിട്ടും. അത്ര ഭീകരമായി പോലീസിന്റെ കയ്യിലുള്ള ലാത്തിയേക്കാൾ ശക്തമാണ് ചകിരി തല്ലുന്ന വടികൾ. അത്രയും ഭീകരമായ മർദ്ദനം സഹിച്ച് സ്ത്രീകൾ ഉൾപ്പെടെ ചകിരിക്കുടികളിൽ ഇറങ്ങി നിന്ന് ചകിരി വാരി ഞങ്ങളുടെ തൊഴിൽ സംരക്ഷിക്കുമെന്നും ഞങ്ങൾക്ക് മിനിമം കൂലി ലഭിക്കണമെന്നും വർദ്ധിച്ച കൂലി ലഭിക്കണമെന്നും ഒരണയും അരണയും ഒക്കെ ശമ്പളം കിട്ടിയിരുന്ന കൂലി കിട്ടിയിരുന്ന കാലത്ത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. ത്യാഗസന്നദ്ധത കൊണ്ട് ചകിരി തൊഴിലാളികൾ കരിക്കുടിയിൽ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. പിറന്ന മണ്ണിൽ മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശ പോരാട്ടത്തിൽ ചരിത്രം രേഖപ്പെടുത്തിയ നാടാണ് അന്തിക്കാടെന്നും ജയദേവൻ പറഞ്ഞു. ചടങ്ങിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ ആയ KP സന്ദീപ്, PK കൃഷ്ണൻ, ഷീന പറയങ്ങാട്ടിൽ, രാകേഷ് കണിയാമ്പറമ്പിൽ, കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KK രാജേന്ദ്രബാബു, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും അധികം ജനശ്രദ്ധ നേടിയ പരിപാടിയായി അനുസ്മരണ ചടങ്ങ് മാറി. അടിച്ചമർത്തലുകൾക്കും അനീതികൾക്കും എതിരായി ചെറുത്തുനിൽക്കുന്ന തൊഴിലാളികളുടെ ത്യാഗവും പോരാട്ടവും ഇന്നും പ്രചോദനമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. തൊഴിലാളികൾക്ക് കുറഞ്ഞത് മിനിമം വേതനം നൽകണമെന്ന ആവശ്യവുമായി തൊഴിലാളികൾ നടത്തിയ 1955 ഈ സമരം അതിശയകരമായ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതമായിരുന്നു. 100-ലേറെ സ്ത്രീ പുരുഷന്മാർ ഈ സമരത്തിൽ പങ്കുചേർന്ന് ജയിലിലായി. സമരം നയിച്ചത് CPI സംസ്ഥാന സെക്രട്ടറി C അച്യുതമേനോനും AITUC നേതാവ് MN ഗോവിന്ദൻ നായരുമാണ്.
RSSന്റെ ചിഹ്നം രാജ്യത്തിന്റെ ചിഹ്നമാക്കാൻ രാജ്ഭവൻ ശ്രമിക്കുന്നതായി CPI ദേശീയ കൗൺസിൽ അംഗവും റവന്യൂ മന്ത്രിയുമായ കെ രാജൻ പറഞ്ഞു. CPI നാട്ടിക മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി 2 ദിവസങ്ങളായി നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ മുട്ടിച്ചൂർ കോക്കാൻമുക്കിൽ കാനം രാജേന്ദ്ര നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അക്ഷരാർത്ഥത്തിൽ ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഏത് വിധത്തിലും അധികാരത്തിന്റെ ചുമതലകളിൽ നിന്ന് ഇല്ലാതാക്കാൻ BJPയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും തേറ്റപ്പല്ല് മറിക്കാൻ മനസ്സിലൊരു കല്ലേറിന്റെ കരുത്തെങ്കിലും സമാഹരിക്കാവുന്ന മുഴുവൻ മനുഷ്യരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ സമരമുഖം ഇന്ത്യയിൽ തീർക്കണം എന്നായിരുന്നു നമ്മുടെ പാർട്ടി ആഗ്രഹിച്ചത്. അതിന്റെ രാഷ്ട്രീയ പ്രമേയത്തിലൂടെ പ്രഖ്യാപിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാമത് പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയം ഈ വരുന്ന ജൂലൈ മാസം 7, 8, 9 തീയതികളിലായി ഡൽഹിയിൽ ചേരുന്ന പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അന്തിമമായി ചർച്ച ചെയ്ത് അതിന്റെ കരട് റിപ്പോർട്ട് ഇനി നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കാനിരിക്കുന്നത്. BJP ഭരണകൂടത്തെ നേരിടാൻ ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പേര് ഭാരതം എന്നാക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ ഭരണഘടനയെയും ഫെഡറൽ സംവിധാനത്തെയും വെല്ലുവിളിച്ചാണ് മോദി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി രാജൻ പറഞ്ഞു. തികഞ്ഞ ഫാസിസ്റ്റ് സ്വഭാവത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഇന്ത്യയിലെ ഭരണകൂടം രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയെ നിലനിർത്തുക എന്ന രാഷ്ട്രീയ മുദ്രാവാക്യത്തിന്റെ മുന്നിൽ കുട്ടികളുടെ നിറം നോക്കാതെ മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജനാധിപത്യ വികസന മുന്നണി ഇന്ത്യയിലുണ്ടാകും. അങ്ങനെയാണ് ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്ന ഒരു രാഷ്ട്രീയ മുന്നണി ഇന്ത്യയിൽ രൂപം നൽകിയിട്ടുണ്ടായത്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകും. ആ മുന്നണി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഭരണകൂടമായിട്ടല്ല, എന്നാൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിനെതിരെ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു രാഷ്ട്രീയ നിരപേക്ഷ ബദലെന്ന വിധത്തിൽ ഇന്ത്യ എന്ന പേരിലാണ്. യഥാർത്ഥത്തിൽ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എതിർ ശബ്ദങ്ങളെ ഭീരുത്വത്തോടെ എങ്ങനെ പേടിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരുന്നു ഈ രാജ്യത്തെ BJP വിരുദ്ധ മുന്നണിയുടെ പേര് ഇന്ത്യ എന്നായി മാറിയപ്പോൾ ഇനി മുതൽ രാജ്യത്ത് പ്രസിദ്ധീകരിക്കുന്ന എല്ലാ ലിറ്ററേച്ചറുകളിലും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നെഴുതാതെ ഭാരതം എഴുതണം എന്ന അപമാനകരമായിട്ടുള്ള ഭീരുത്വത്തിലേക്കും ഭീതിയിലേക്കും ഒരു ഗവൺമെന്റിനെ തന്നെ കൊണ്ടുപോകുന്ന വിധത്തിൽ ആ രാഷ്ട്രീയ മുന്നണി ഇന്ത്യയിൽ രൂപീകരിക്കുന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ VS സുനിൽകുമാർ, KP സന്ദീപ്, ഷീന പറയങ്ങാട്ടിൽ, രാകേഷ് കണിയാമ്പറമ്പിൽ, CC മുകുന്ദൻ MLA, മുൻ MLA ഗീതാ ഗോപി, KM കിഷോർ കുമാർ, KK പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, സ്വാഗത സംഘം കൺവീനർ CK കൃഷ്ണകുമാർ, MV സുരേഷ്, വൈശാഖ് അന്തിക്കാട്, സജ്ന പർവീൻ, AG സുഭാഷ്, KM കിഷോർ കുമാർ, KB ജോഷി ബാബു, AK അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. വിവിധ കമ്മിറ്റികളെയും തിരഞ്ഞെടുത്തു. നാട്ടിക മണ്ഡലത്തിലെ 83 ബ്രാഞ്ചുകളിൽ നിന്നായി 1583 പാർട്ടി മെമ്പർമാരെ പ്രതിനിധീകരിച്ച് ലോക്കൽ സമ്മേളനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 180 പ്രതിനിധികളാണ് 2 ദിവസത്തെ മണ്ഡലം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമര ഓർമ്മകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നാടും നൽകിയ ആദരം ഏറ്റുവാങ്ങി ചക്കമ്പി തങ്ക യാത്രയായി. 1955 തൃശൂർ അന്തിക്കാട് കരിക്കൊടി പ്രദേശത്ത് തൊഴിലിനും കൂലിക്കുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ കരിക്കൊടി ചകിരി തൊഴിലാളി സമരത്തിൽ പങ്കെടുത്ത വനിതാ സഖാവാണ് ചക്കമ്പി തങ്ക. CPI ജന്മശതാബ്ദിയുടെയും നാട്ടിക മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നലെ കരിക്കൊടി ചകിരി തൊഴിലാളി സമര സ്മരണ സംഘടിപ്പിച്ചിരുന്നു. സമരത്തിൽ പങ്കെടുത്തവരിൽ ജീവിച്ചിരുന്ന 13 പേരെ ആദരിക്കുന്ന ചടങ്ങിൽ ചക്കമ്പി തങ്കയെയും ആദരിച്ചിരുന്നു. ക്യാൻസർ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ചക്കമ്പി തങ്കയുടെ മകൻ രാജൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗത്തിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങിയത്. അന്തിമ നിമിഷത്തിൽ ആദരവ് ചടങ്ങിൽ നൽകിയ പൊന്നാടയും സമര ഉപഹാരങ്ങളും ചേർത്തുപിടിച്ചാണ് കഴിഞ്ഞ ദിവസം തങ്ക ഉറങ്ങിയത്. രാവിലെ മരണപ്പെടുകയായിരുന്നു. ചക്കമ്പി മാധവനാണ് ഭർത്താവ്. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ തുടങ്ങിയവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഞായറാഴ്ച നടന്ന CPI പ്രതിനിധി സമ്മേളനത്തിലും അനുശോചനം രേഖപ്പെടുത്തി.
വെളുത്തേടത്ത് നായർ സർവീസ് സൊസൈറ്റി തൃപ്രയാർ കരയോഗം കുടുംബസംഗമം നടത്തി. തൃപ്രയാർ രാധാകൃഷ്ണ കല്യാണ മണ്ഡപം ഹാളിൽ ചേർന്ന കുടുംബസംഗമം നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ കൂടുതൽ പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഇതിനു മുമ്പ് നമ്മുടെ കുടുംബസംഗമം നമ്മുടെ മണ്ഡലമായിട്ടുള്ള ചേർപ്പിൽ നമ്മുടെ നാരായണേട്ടൻ എന്ന് നമുക്കറിയാം, എൻ്റെ ഉത്തമ സുഹൃത്താണ്. മുൻകാലങ്ങളടക്കമുള്ള രാഷ്ട്രീയത്തിന് അതീതമായി നല്ല ബന്ധമുള്ള ഒരു വളരെ ജാഗ്രതയോടെ എൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു മാന്യ വ്യക്തി കൂടിയാണ് നാരായണേട്ടൻ. അപ്പോൾ അദ്ദേഹം പറയുന്ന കുറേ കാലം മുമ്പ് തന്നെയാണ് നമ്മുടെ ഇത് ഉദ്ഘാടനം ഇന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്നത് വരണം എന്ന് പറയേണ്ടായി. അപ്പോൾ നമ്മുടെ ചില കാഴ്ചപ്പാടുകളും ധാരണകളും ഒക്കെ ഞാനിപ്പോഴാണ് അറിയുന്നത് നാരായണേട്ടൻ ഈ സമുദായവുമായി ബന്ധപ്പെട്ട വലിയ ആളാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. കരയോഗം പ്രസിഡന്റ് വത്സല അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ CS മണികണ്ഠൻ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. VNSS സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പഴംപള്ളത്ത് മുഖ്യപ്രഭാഷണവും മുതിർന്നവരെ ആദരിക്കലും നിർവഹിച്ചു. ജില്ലാ ഉപദേശക സമിതി അംഗം നാരായണൻ അന്തിക്കാട് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. VNVS ജില്ലാ പ്രസിഡന്റ് ഷിജിത മോഹനൻ ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. സെക്രട്ടറി രാധാകൃഷ്ണൻ V, ഗജാൻജി നാരായണൻ VG, വൈസ് പ്രസിഡന്റ് VV മണികണ്ഠൻ, ജോയിന്റ് സെക്രട്ടറി മോഹനൻ VK തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. കുപ്രസിദ്ധ ഗുണ്ട കരിപ്പായി രമേശിനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് ജയിലിൽ അടച്ചു. വലപ്പാട്, തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി 4 വധശ്രമ കേസുകളിലും 2 അടിപിടി കേസിലും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിനുള്ള 2 കേസുകളിലും പ്രതിയാണ്. പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ് MK, സബ് ഇൻസ്പെക്ടർ ഹരി, സിവിൽ പോലീസ് ഓഫീസർമാരായ സുബി, ആഷിഖ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. Manappuram Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്.
ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. തിരികെ വാർത്തകളിലേക്ക്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിങ്ങോട്ടുകര യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകര SNDP യൂണിയൻ ഓഫീസ് ഹാളിൽ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റും നാട്ടിക നിയോജക മണ്ഡലം കൺവീനറുമായ KK ഭാഗ്യനാഥൻ നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MG സുനിൽ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച യൂണിറ്റ് അംഗങ്ങളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി വിനയൻ കക്കേരി സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ CP ഗോപാലകൃഷ്ണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സജീവൻ ഞാറ്റുവേട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പിന്റെ 30ാം വാർഷികം ആഘോഷിച്ചു. മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് സൗജന്യ ശസ്ത്രക്രിയാ ക്യാമ്പ് കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടു കൂടി നടന്നുവരുന്നത്. 360ാമത് ക്യാമ്പ് കൂടിയാണ് ഈ ഞായറാഴ്ച നടത്തിയത്. ക്യാമ്പിന്റെ 30ാം വാർഷികം CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ രീതിയിൽ നിങ്ങൾ ക്ലബ്ബ് പരിശോധിക്കുന്ന പോലെ തന്നെ ഞങ്ങളും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഗ്രാമത്തിന്റെ വികസന രംഗത്ത് മാതൃകപരമായ പ്രവർത്തനത്തിൽ പോകാൻ കഴിവുള്ള പ്രസിഡന്റ്, അതുപോലെ തന്നെ സർക്കാരിന്റെ ഏതെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതുകൊണ്ട് എവിടെയൊക്കെ പോയാലാണ് അത് ലഭിക്കുക എന്ന് നമ്മുടെ പാവപ്പെട്ടവർ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങളെ പോലെ 2 PM ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് നമ്മുടെ സാമൂഹ്യപരമായ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനം എന്നുള്ളതുകൊണ്ട് സർക്കാർ ചില നമ്മുടെ സാമൂഹ്യ പ്രതിനിധികൾ ഉയർത്തിപ്പിടിക്കുന്ന ചില പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റങ്ങൾ കൂടെ സർക്കാരിന്റെ ആരോഗ്യ സംരക്ഷണ രംഗം മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്. കേരളമായി ബന്ധപ്പെടാതെ ആരോഗ്യ രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലി പോലെ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ 4 വർഷമായി MLA ആയിട്ട്, എന്നെ മുമ്പ് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്തൊക്കെ ചെയ്തു എന്നൊരു പ്രതീക്ഷ മനസ്സിലുള്ളത് ഇപ്പോഴാണ്. ക്ലബ്ബ് പ്രസിഡന്റ് സാനി ജോസഫ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ED ദീപക്, റീജിയൻ ചെയർപേഴ്സൺ ആനി ജോസഫ്, സോൺ ചെയർമാൻ VS വ്യാസബാബു, RI സക്കറിയ, ക്ലബ്ബ് സെക്രട്ടറി CR ഗണേഷ്, മാധവ മേനോൻ, പ്രതാപൻ കളത്തിൽ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന് തുടക്കം കുറിച്ച മെമ്പർമാരെയും ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ജീവനക്കാരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. CPM കാരമുക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മികവ് 2025 സംഘടിപ്പിച്ചു. പ്രദേശത്തെ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ മുരളി പെരുന്നല്ലി MLA ഉപഹാരം നൽകി ആദരിച്ചു. കഴിഞ്ഞാൽ വളരെ ശ്രദ്ധേയമായ ഒരു ക്ലാസ് നടക്കാനിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമായ ക്ലാസ്സാണ്. അനിവാര്യമായ ക്ലാസ് അവാർഡൊക്കെ വാങ്ങി പോയാൽ പിന്നെ ക്ലാസ് എടുക്കാൻ എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ്
ക്ലാസ്സിനെ സംബന്ധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വളരെ പുരോഗതി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ഇന്ത്യക്ക് മാതൃകയാണ്. ഇന്ത്യ മറ്റു സംസ്ഥാനത്തിലില്ലാത്തവരും കേരളം വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്തുള്ള മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസവും എല്ലാവർക്കും ആരോഗ്യവും അത് സർക്കാരിൻ്റെ സുനിശ്ചിതമായ നിലപാടാണ്. അഥവാ ആരോഗ്യവും വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ നമുക്ക് വേണം. ഒന്നിനും കൊള്ളാത്ത കുട്ടികളാകുന്നതാണ് കുട്ടികൾ. അതിന് കൊള്ളാത്തവരാക്കി മാറ്റാനാണ് ലഹരി മാഫിയ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. LC സെക്രട്ടറി VV പ്രതാപ് അധ്യക്ഷനായിരുന്നു. MV ഷാജി, ശശി വിയത്ത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അന്തിക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ N രാജേഷ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കാരമുക്ക് പൂത്തൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ആഘോഷത്തിന്റെ ഭാഗമായി കലാസന്ധ്യ അരങ്ങേറി. ദേശത്തെ കുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച കലാപരിപാടികൾ, വിവിധ ടീമുകളുടെ തിരുവാതിര കളികൾ എന്നിവ അരങ്ങേറി. കലാസന്ധ്യയിൽ പങ്കെടുത്തവർക്ക് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഉപഹാരങ്ങളും വിതരണം ചെയ്തു. പരിപാടിക്ക് ഭാരവാഹികളായ പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു, ട്രഷറർ സൂര്യനാരായണൻ K, ക്ഷേത്രം ട്രസ്റ്റി ചെങ്ങന്നൂർ മന മുരളീധരൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടൈക്കനാൽ റോഡ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ SSLC+2 ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി രഘു നല്ലയിൽ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ ബിജു സദാനന്ദൻ വടശ്ശേരി, CJ ജോയ്, ഗോപി ചോണാട്ട്, ആൻഡ്രു കുരുതുകുളങ്ങര, പ്രസിൻ പ്രദീപ്, ആലിസ് ജോൺസൺ, ജോഷി പള്ളിയാറ, ബാല ഗോപാലൻ, സംഗീത പള്ളത്ത് എന്നിവർ സംസാരിച്ചു. കാരണം നമ്മുടെ വീടുകളിൽ പല ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, കവർച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആദ്യം ജോയി എന്നോട് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കൂട്ടായ്മ അല്ല ഞാൻ വിചാരിച്ചത്, ഒരു ട്യൂഷൻ സെൻ്റർ പ്രോഗ്രാമാണെന്ന് ഞാൻ വിചാരിച്ചത്. ഞങ്ങളത് ബിജുമാഷ കണ്ടപ്പോൾ ബിജുമാഷ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബിജുമാഷ അന്തിക്കട സ്കൂളിൽ അവിടെ അതേതാണ് അല്ലേ? അപ്പോൾ എന്തായാലും പരിചയമുള്ള മുഖങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും ഈ കൂട്ടായ്മയ്ക്ക് ഭാവിയിൽ ഒരു ജോയി പറഞ്ഞ പോലെ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷനായി ഒരു രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയിലെ കുടുംബങ്ങളിലെ കുട്ടികൾ +2
SSLC പാസ്സായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാ വിജയാശംസകളും നേരുന്നത് പോലെ തന്നെ നല്ല ഉയരങ്ങളിലേക്ക് അവർ എത്തിപ്പെടട്ടെ എന്ന ആശംസയുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടശാങ്കടവ് യൂണിറ്റ് 48ാം വാർഷികവും അവാർഡ് ദാനവും നടത്തി. തൃശൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജോയ്മോൻ പള്ളിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. മർക്കന്റൈൽ സഹകരണ ബാങ്ക് പ്രസിഡന്റും തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായ ലൂക്കോസ് തലക്കോട്ടൂർ ഭദ്രം പ്ലസ് കുടുംബ സുരക്ഷാ പദ്ധതി കൈമാറി. തൃശൂർ ജില്ലാ സെക്രട്ടറി CL റാഫേൽ ഉന്നത വിജയം നേടിയ സ്കൂളുകൾക്കും യൂണിറ്റ് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി. വർഗീസ് P ചാക്കോ, പ്രവീൺജിത്ത്, PS സൂരജ്, EJ ജെയ്സൺ, അബ്ദുൽ ജബ്ബാർ, ബീന ബാബു, ജോജോ J കോടങ്കണ്ടത്ത്, TD ജോവി എന്നിവർ സംസാരിച്ചു. സംഘടനാ പ്രവർത്തനമെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അങ്ങനെയല്ല. ഈ സംഘടനയിൽ വിശ്വാസമർപ്പിച്ച് നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, അവന്റെ ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ, അവന്റെ മക്കൾ, അവന്റെ ഏതെങ്കിലും ഒരു ബന്ധു ആരാവട്ടെ, ഏതെങ്കിലും ഒരാൾക്ക് ഈ സംഘടനയുടെ ഏതെങ്കിലും ഒരു നേതൃത്വത്തിന്റെ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും തലത്തിൽ ഒരു ആശ്വാസം നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് സംഘടനാ പ്രവർത്തനം എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ ഊന്നി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മറ്റെല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്, അതിനൊന്നും ഒരു കോട്ടവും വന്നിട്ടില്ല. കൊടി പിടിക്കേണ്ടടുത്ത് കൊടി പിടിക്കുന്നുണ്ട്, മുദ്രാവാക്യം വിളിക്കേണ്ടടുത്ത് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, സമരം ചെയ്യേണ്ടടുത്ത് സമരം ചെയ്യുന്നുണ്ട്, അതും ഏൽക്കാത്തടുത്ത് കോടതിയെ സമീപിക്കണമെങ്കിൽ അതും ചെയ്യുന്നുണ്ട്. അവസാനമായിട്ട് ഇപ്പൊ കഴിഞ്ഞ 2-3 മാസം മുൻപ് ഞങ്ങൾ കോടതിയെ സമീപിക്കേണ്ടി വന്നു, സർക്കാരിനെ സമീപിക്കേണ്ടി വന്നു. അതിനൊക്കെ ഗുണഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈസൻസ് പുതുക്കാൻ കേരള കർഷക സംഘം മണലൂർ മേഖലാ സമ്മേളനം കുന്നത്തുള്ളി ലോഹിതാക്ഷൻ നഗറിൽ ആരംഭിച്ചു. കർഷക സംഘം തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. NRS ബാബു അധ്യക്ഷനായി. KV ഡേവിസ്, കർഷക സംഘം ഏരിയ സെക്രട്ടറി VN സുർജിത്ത്, PS പ്രസാദ്, PK അരവിന്ദൻ, സുധർമ്മൻ ചിരുകണ്ടത്ത്, KR അഭിരാജ്, വിലാസിനി വേണുഗോപാൽ, അജിത ഉദയഭാനു, ദിനേശൻ പറത്തട്ടിൽ, സദാനന്ദൻ വടശ്ശേരി, TB അഞ്ജന എന്നിവർ നേതൃത്വം നൽകി. ഇനി കാണാം വിദ്യാലയങ്ങളിലൂടെ 8ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര നിറവിൽ വിദ്യാലയങ്ങൾ. ചരിത്രപ്രസിദ്ധമായ തൃപ്രയാർ ക്ഷേത്രത്തിന് 2 കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഒരു ഗവൺമെന്റ് വിദ്യാലയമാണ് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. കേരളത്തിലെ 2ാമത്തെ ഫിഷറീസ് ഹൈസ്കൂളാണിത്. 1921 കൈനംപറമ്പിൽ വേലാന്തി മാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന കുടിപ്പള്ളിക്കൂടം എലിമെന്ററി സ്കൂളായി. 1926 5ാം തരം വരെ നിലവിൽ വന്നു. 3 ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഹൈസ്കൂളിന് 5 കെട്ടിടങ്ങളിലായി 41 ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിലായി 6 ക്ലാസ് മുറികളുമുണ്ട്. അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട്. ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളുമുണ്ട്. 2 ലാബുകളിലുമായി ഏകദേശം 50ഓളം കമ്പ്യൂട്ടറുകളുണ്ട്. 2 ലാബുകളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷെരീഫ. ഞാൻ നാട്ടിക ഗവൺമെൻറ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ HM ആണ്. 2021 ജൂലൈ മുതലാണ് ഞാനിവിടെ HM ആയി ചാർജ് എടുത്തത്. ഞാൻ വന്നതിന് ശേഷം 4ാമത്തെ കൊല്ലമാണ് 100% വിജയം ലഭിക്കുന്നത്. അതുപോലെ തന്നെ 60%-ലും മേലെ കുട്ടികൾക്ക് ഉന്നത വിജയം നേടാനും സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ വളരെയധികം ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച അധ്യാപകരും അതോടൊപ്പം തന്നെ PTA അംഗങ്ങളും SMC MPTA നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരും OSAക്കാരും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും അതിലുപരി നമ്മുടെ പ്രിയപ്പെട്ട മക്കളും അവരുടെ രക്ഷിതാക്കളുടെ കഠിനാധ്വാനവും തന്നെയാണ്. എന്തായാലും ഞങ്ങളുടെ വിജയം ആഘോഷിക്കാനായി എത്തിയിട്ടുള്ള ഗ്രാമ്യ ചാനലിന് എല്ലാവിധ ആശംസകളും നന്ദിയും നേരുന്നു. ഞാനിവിടെ പുതുതായിട്ട് ജോയിൻ ചെയ്ത പ്രിൻസിപ്പളാണ്. ഏപ്രിൽ 1-ാം തീയതി ജോയിൻ ചെയ്തു. റിസൾട്ട് നമുക്ക് വളരെ മെച്ചപ്പെട്ട ഒരു റിസൾട്ടാണ് 10ാം ക്ലാസ്സിന് കിട്ടിയിരിക്കുന്നത്. 8 ഫുൾ A+ഉം അതോടൊപ്പം തന്നെ 100% വിജയവുമാണ്
തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കും രക്ഷകർത്താക്കളുടെയും വിജയം തന്നെയാണിത്. ഇനിയും മികച്ച വിജയമുണ്ടാകട്ടെ. ഹയർ സെക്കൻഡറിയിലും അത്യാവശ്യം നല്ല വിജയമുണ്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ വിജയ ശതമാനം ഈ പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ UK ഗോപാലൻ, നാട്ടിക ഗവൺമെൻറ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. ഞങ്ങൾക്ക് ഈ സ്കൂളിൽ 100% വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല നിരവധി കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 9 A+ കിട്ടിയ കുട്ടികളും 8 A+ കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ട്. ഈ ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. വളരെയധികം സന്തോഷം. പുരസ്കാരം മാത്രമല്ല, അവർക്ക് ഒരു പ്രോത്സാഹനമായിട്ട് ക്യാഷ് അവാർഡും കൊടുക്കുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, സ്പോർട്സിലും അതുപോലെ തന്നെ കലാരംഗത്തും ഈ സ്കൂള് മികച്ച വിജയം കൈവരിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ നാട്ടിക ഗവൺമെൻറ് സ്കൂളിൽ സിന്തറ്റിക് ട്രാക്ക് കഴിഞ്ഞ മാർച്ച് 16 തീയതി ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. അത് തൃശ്ശൂർ ജില്ലയിൽ 2 ഗവൺമെൻറ് സ്കൂളുകൾ മാത്രമാണ് അതുള്ളത്. അപ്പോൾ ആ സ്പോർട്സിൽ നല്ലൊരു മികവ് പുലർത്താനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. അതുമാത്രമല്ല, കലാരംഗത്തായാലും കുട്ടികൾ നല്ല പ്രകടനം കാഴ്ചവെക്കാറുണ്ട്. ഇപ്പോൾ അധ്യാപകരായാലും അതുപോലെ തന്നെ PTA-ക്കാരായാലും നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ 100% വിജയം കൈവരിക്കുന്നതിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് നല്ല പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. HMൻ്റെ ഭാഗത്തു നിന്നായാലും അധ്യാപകരും PTA-ക്കാരും ഒക്കെ കൂട്ടമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ 100% വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 100% കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളാണ് നമ്മുടെ സ്കൂള്. അത് മാത്രമല്ല, ഇപ്പോൾ ഭൗതിക സാഹചര്യത്തിൽ ഹൈടെക് സ്കൂളുകളാണ്. നല്ല അടിപൊളി ക്ലാസ് റൂമുകളാണ്. പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു സ്കൂളാണ് ഇത്. പിന്നെ ഈ സ്കൂള് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സിന്തറ്റിക് ട്രാക്കിൽ കുട്ടികളെ പരിശീലനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ നിലക്കും നമ്മുടെ ഈ സ്കൂള് വലിയൊരു ഈ തീരദേശ മേഖലയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഗ്രാമ്യ ചാനൽ വിദ്യാഭ്യാസ പുരസ്കാരം കൊടുക്കുന്നത് വളരെ സന്തോഷം. അവർ ക്യാഷ് അവാർഡും കൊടുക്കുന്നുണ്ട്. അത് എല്ലാവർക്കും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമാണ്. പിന്നെ അടുത്ത വർഷം ഇതേപോലെ മികച്ച വിജയം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിക്കും. മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും. എൻ്റെ പേര് അഭിനവ. ഞാൻ ഈ സ്കൂളിലെ ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥിയാണ്. ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം കിട്ടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സ്കൂളിൽ ഇത്രയും ഫുൾ A+ ഇങ്ങനെ ഈ അടുത്ത 3 വർഷങ്ങളായിട്ട് 100% വിജയവും അതേപോലെ കുറെ കുട്ടികൾക്ക് ഫുൾ A+ ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ടീച്ചർമാരുകളായാലും എല്ലാവരും നമുക്കതിനായിട്ട് വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. ഇവിടുത്തെ ഓരോ പരീക്ഷകളിലും പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്ക് പ്രത്യേകതരം സ്പെഷ്യൽ കോച്ചിങ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇത്രയും നമുക്ക് എല്ലാതരം സൗകര്യങ്ങളും എല്ലാ രീതിയിലും അവർ തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഫുൾ A+ കിട്ടിയതിൽ. നമ്മുടെ സ്കൂളിന് ഇത്രയും ഇവിടുത്തെ പഠിച്ച പല ആളുകളും ഇപ്പോൾ വലിയ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളും അതിനായിട്ട് അതിൻ്റെയും വളരെ രീതിയിൽ നമ്മൾ ഈ സ്കൂളിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ക്ലാസ് വേണമെന്നുണ്ടെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ ടീച്ചർമാരോട് ചോദിച്ചാൽ അത് അപ്പോൾ തന്നെ നമുക്ക് അതൊക്കെ ക്ലിയർ ആക്കി കിട്ടും. എല്ലാവരും നമ്മളോട് നല്ല രീതിയിൽ തന്നെയാണ് ആക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനിയും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെയധികം ഇവിടെ മിസ് ചെയ്യും, ഇവിടുത്തെ ടീച്ചർമാരാണെങ്കിലും സ്കൂളാണെങ്കിലും. എൻ്റെ പേര് മീനാക്ഷി. ഇപ്രാവശ്യം ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥിനിയാണ്. വളരെയധികം സന്തോഷമുണ്ട് നമ്മളെ സ്കൂളിൽ പഠിച്ചിട്ട് ഫുൾ A+ കിട്ടിയതിന്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ സ്കൂളിൽ ഗ്രാമ്യ അവാർഡ് ലഭിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ LKG തൊട്ട് ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളാണ്. അതേപോലെ തന്നെ 10ആയി. ഇനി +1 +2 ഇവിടെ തന്നെ പഠിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. എല്ലാ ടീച്ചർമാരും ഞങ്ങളെ കൂടെ അവസാനം വരെ നിന്നിട്ടുണ്ട്. ഇനി നിൽക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എൻ്റെ പേര് SK ഫാത്തിമ കുത്തനാണ്. ഞാൻ പശ്ചിമ ബംഗാളിൽ നിന്ന് ബഡ്വാൻ ജില്ലയിൽ നിന്ന് വന്ന കുട്ടിയാണ്.
ഇവിടെ എന്ന് പറയുന്നത് ഞാൻ ഈ ഫിഷറി പഠിക്കാൻ തുടങ്ങിയത് എട്ടാം ക്ലാസ് തൊട്ടാണ്. ഇവിടുത്തെ ടീച്ചർമാര്, ഫ്രണ്ട്സ് എല്ലാവരും നല്ല സപ്പോർട്ടിന് എനിക്ക് ഫുൾ A+ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതിനെല്ലാം ഇത് പോണത് എൻ്റെ ഉമ്മയും ഉപ്പയും പിന്നെ ഇവിടുത്തെ ടീച്ചർമാർക്കാണ്. വർഷങ്ങൾക്ക് മുൻപ് തൃപ്രയാറിൽ ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനമായി തുടങ്ങിയ ഭാരത് വിദ്യാമന്ദിർ പിന്നീട് വലപ്പാട് മീൻചന്തയ്ക്ക് പടിഞ്ഞാറ് തീരദേശത്തെ മികച്ച സീനിയർ സെക്കൻഡറി സ്കൂളായി വളർന്നത് മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ്. ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും ഏറ്റവും മികച്ചത് ഉൾക്കൊണ്ട് കുട്ടികൾക്ക് സംയോജിത വിദ്യാഭ്യാസം നൽകുന്നതിനാണ് സ്കൂൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭാരത് വിദ്യാമന്ദിർ മൂല്യാധിഷ്ഠിത ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. അതിൻ്റെ 31 വർഷത്തിനിടയിൽ മികവ് പുലർത്താനും നേടാനുമുള്ള ഉത്സാഹവും ആവേശവും മാറ്റമില്ലാതെ തുടരുന്നു. KPM സൊസൈറ്റിയുടെ കീഴിലുള്ള സ്കൂളുകളുടെ വളർച്ച വിദ്യാസമ്പന്നരായ മനുഷ്യരായി വളരാൻ ആഗ്രഹിക്കുന്ന ധാരാളം കുട്ടികൾക്ക് അർത്ഥപൂർണമായി വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. വിശിഷ്ട മനുഷ്യസ്നേഹികളും സമൂഹത്തിലെ പ്രഗത്ഭരും സ്ഥാപിച്ചതും കൈകാര്യം ചെയ്യുന്നതുമായ സംഘടന സ്കൂളിനെ എല്ലായ്പ്പോഴും പുരോഗതിയുടെ പാതയിലേക്ക് നയിച്ചിട്ടുണ്ട്. അവരുടെ ദർശനപരമായ സമീപനത്തിലൂടെയും ഉന്നതമായ ആശയങ്ങളിലൂടെയും പുരോഗതി കൈവരിച്ചിരിക്കുകയാണ് ഭാരത് വിദ്യാമന്ദിർ. My name is Bindu Soman, principal of Bharat Vidyamandir Senior Secondary School. In our school, last year there were 76 students in class 10 and 53 students in class 12. They all had done wonderful result, 100% pass percentage. And in class 12, three students secured full A1, and in class 10, one student secured full A1. And class 12, almost 12 students secured about 90% and 8 students in class 10 secured about 90% result. I know that this year it's a wonderful result only because of commitment and dedication of my teachers and the great effort of the students, support of management and parents. Congratulations to each and everyone to add one more feather to our crown. ഞാൻ അജിത് പ്രസാദ്, ഭാരത് വിദ്യാമന്ദിർ സ്കൂൾ മാനേജർ. ഈ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ റിസൾട്ടിനെ കുറിച്ചിട്ടാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് പ്രതിപാദിക്കാനുള്ളത്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 10ലും 12ലും ഏറ്റവും നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഈ മണപ്പുറം ഏരിയയിൽ ഇത്തിരി നല്ല റിസൾട്ട് മറ്റൊരു സ്കൂളിലും നേടാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ എല്ലാ കുട്ടികളും അച്ചടക്കത്തോടെ തന്നെ നല്ല രീതിയിൽ പഠിച്ചതിന് നല്ലൊരു വിദ്യാഭ്യാസം കാഴ്ചവെച്ചിട്ടുണ്ട്. അവർക്ക് ഭാവിയിൽ നല്ല നല്ല ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇത്രയും നല്ല വിജയത്തിന് വേണ്ടി കാരണമായ എല്ലാ ടീച്ചേഴ്സിനും ഞങ്ങളുടെ ഏറ്റവും നല്ല ശക്തിയാണ്. ഈ ഗ്രാമത്തിൽ എന്ത് തന്നെ നടന്നാലും അതീവ ശ്രദ്ധയോടെ ചാനലുകൾ റെക്കോർഡ് ചെയ്യാൻ ചാനൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ അപ്പോൾ തന്നെ അവരൊന്ന് റെക്കോർഡ് ചെയ്യലും നമ്മുടെ നാടിന് അതാത് വിശേഷങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ നമ്മുടെ ജയിച്ച എല്ലാ കുട്ടികൾക്കും ഭാരത് വിദ്യാമന്ദിറിൻ്റെ പേരിൽ ഞാൻ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് സന്ധ്യ ഷാജി. ഞാനിവിടുത്തെ ഭാരത് വിദ്യാമന്ദിറിലെ PTA പ്രസിഡൻ്റാണ്. കഴിഞ്ഞ 14 വർഷമായിട്ട് ഒരു പാരൻ്റാണ് ഈ സ്കൂളിലെ. തീരദേശത്തെ ഒരു CBSE സ്കൂളിൽ, ഇവിടുത്തെ കുറച്ച് CBSE സ്കൂളിൽ ഏറ്റവും നല്ല അക്കാദമിക് നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളാണ് ഭാരത് വിദ്യാമന്ദിർ വലപ്പാട്. അതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. കുട്ടികളായാലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് അവരെ നല്ലൊരു റിസൾട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അത് ലോവർ ക്ലാസ് ഓൺവേർഡ്സ് തന്നെ അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ പഠനം കൊണ്ടുപോകുന്നത്. അക്കാദമിക് നിലവാരത്തിലായാലും കോ കരിക്കുലർ മറ്റ് പാഠ്യേതര വിഷയങ്ങളിലായാലും സ്കൂൾ നല്ല നിലവാരം പുലർത്തുന്നതാണ്. ഈ കഴിഞ്ഞ സഹോദയ ഫെസ്റ്റിലൊക്കെ നമ്മുടെ കുട്ടികൾ നല്ല വിജയം കൈവരിക്കാനായിട്ടുണ്ട്. 10ലെയും 12ലെയും റിസൾട്ടിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും നല്ലൊരു റിസൾട്ടാണ് ഈ തീരദേശത്തെയുള്ള CBSE സ്കൂളുകളിൽ വെച്ചിട്ട് ഭാരത് വിദ്യാമന്ദിറിനെ ആഘോഷിക്കുന്നത്. അതിന് ഏറ്റവും നമ്മൾ ഒരു പാരൻ്റ് എന്ന നിലയ്ക്ക് ഞാൻ നന്ദി പറയുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സിനോട് തന്നെയാണ്, കടപ്പെട്ടിരിക്കുന്നത് ടീച്ചേഴ്സിനോട് തന്നെയാണ്. അവർ ഓരോ കുട്ടികൾക്കും കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ കുട്ടികളുടെയും പഠന നിലവാരം എങ്ങനെ എന്നതനുസരിച്ചിട്ട് അവർ നന്നായിട്ട് കുട്ടികളെ തരം തിരിച്ച് അവർക്ക് അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള കോച്ചിങ് കൊടുത്തുകൊണ്ടാണ് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നല്ല റിസൾട്ട് അവർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ മകന് 10ലും 12ലും 90 എബവ് റിസൾട്ട് വാങ്ങിക്കാനായിട്ട് സാധിച്ചു. അതിൽ
എനിക്ക് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് എനിക്ക് വളരെയധികം കടപ്പാടുണ്ട്. ഇതിനെല്ലാത്തിനും പുറമെ ഇതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്ന മാനേജ്മെൻറ്റിനോടും നന്ദിയുണ്ട്. ഞങ്ങളുടെ PTA ഭാഗത്തു നിന്നും എല്ലാ സപ്പോർട്ടും സ്കൂളിനും മാനേജ്മെൻറ്റിനും ഉണ്ടായിരിക്കും. എല്ലാ ടീച്ചേഴ്സിനും മാനേജ്മെൻറ്റിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. താങ്ക് യു. എൻ്റെ പേര് ശ്രീബാല. ഞാൻ 10th പഠിക്കുന്നത്. ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് വിചാരിച്ച മാർക്ക് നേടാൻ പറ്റി. അതിൽ ബിഗ് താങ്ക്സ് ടു ടീച്ചേഴ്സ് ആൻഡ് മൈ പാരൻസ് ഫോർ ദെയർ സപ്പോർട്ടിനും ഗൈഡൻസിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വിത്തൗട്ട് ദെയർ സപ്പോർട്ട് എനിക്ക് ഇത്ര മാർക്ക് കിട്ടുമെന്നോ ഇത്ര സന്തോഷമാകുമെന്നോ എനിക്ക് അറിയില്ലായിരുന്നു. ആൻഡ് താങ്ക്സ് ടു ഗോഡ്. ഇനി എനിക്ക് ബയോമാത്സ് എടുത്ത ഒരു റിസർച്ചർ ആണെന്നാണ് ആഗ്രഹം. താങ്ക് യു. എൻ്റെ പേര് വൈഗ. ഞാൻ ഭാരത് വിദ്യാമന്ദിർ സ്കൂളിൽ 10th പഠിച്ചത്. റിസൾട്ടിൻ്റെ കാര്യം വെച്ച് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ മലയാളത്തിലെ നാഷണൽ ടോപ്പറാണ്. ഞാൻ LKG തൊട്ട് ഇവിടെയാണ് പഠിക്കണത്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും സ്കൂൾ മാനേജ്മെൻറ്റിനും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു. മൈ നെയിം ഈസ് അബിൻ കൃഷ്ണ. ഞാൻ ഇവിടെ ഭാരത് വിദ്യാമന്ദിർ വലപ്പാട് പഠിക്കുന്നു. ഈ വർഷത്തെ 10th ബോർഡ് CBSE ബോർഡ് എക്സാമിൽ ഫുള്ളായതുകൊണ്ടാണ്. ടീച്ചേഴ്സ് ഭാഗത്തു നിന്ന് വളരെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരുടെ പാരൻസും വളരെ സപ്പോർട്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് നമ്മുടെ ഈ 90% അപ്പോൾ കരസ്ഥമാക്കാൻ സാധിച്ചത്. എൻ്റെ പേര് ഷഫ്ഡ CS. ഭാരത് വിദ്യാമന്ദിർ സ്കൂളിൽ നിന്ന് 2024-25 നിന്ന് +2 ബാച്ചിൽ പഠിച്ചിറങ്ങി. വളരെ മികച്ച സപ്പോർട്ടായിരുന്നു സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ ടീച്ചേഴ്സിൽ നിന്നും. അതുപോലെ തന്നെ എൻ്റെ പാരൻസിനോടും എനിക്ക് നന്ദി പറയാനുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി പറയാനുണ്ട്. 91% കൂടിയാണ് ഞാൻ പാസ് ഔട്ട് ആയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദി. ഇനിയും നമ്മുടെ സ്കൂളിൽ നിന്ന് ഇതുപോലത്തെ റിസൾട്ട്സ് നമുക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം. ഞാൻ കൃഷ്ണപ്രിയ KS. ഭാരത് വിദ്യാമന്ദിറിൽ 2024-2025 +2 ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ 96.4% കൂടി പാസ് ഔട്ടായിരിക്കുകയാണ്. റിസൾട്ടിൽ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ടീച്ചേഴ്സെല്ലാം ത്രൂ ഔട്ട് ഇയർ നമ്മളെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റ് ടീച്ചേഴ്സും അവരുടെ സബ്ജക്റ്റിൽ ഏറ്റവും എന്താ പറയുക ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും മാനസികമായിട്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ സ്കൂളിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അതന്നെ ഇനിയും BVMൽ നിന്ന് ഇതുപോലെ റിസൾട്ട്സ് ഉണ്ടാവും. നമുക്ക് കുറേ 5 നാഷണൽ ടോപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതുപോലത്തെ മികച്ച റിസൾട്ട്സ് ഇനിയും ഫ്യൂച്ചറിൽ ഉണ്ടാവും. ഞാൻ ഋത്വിക് മനോജ്. ഞാൻ BVM വലപ്പാടിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ നേടിയിരിക്കുന്നത് 97% CBSE ബോർഡ് എക്സാമിൽ. ഫിസിക്സിലത്തെ നാഷണൽ ടോപ്പറാണ്. ഞാൻ 8th BVMൽ ജോയിൻ ചെയ്തത്. അതും കൊറോണ സമയത്തായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും ടീച്ചർമാർ നല്ലതായ കാരണം എനിക്ക് പഠിക്കാൻ കുറച്ച് സുഖമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10th ക്ലാസ്സിനായിരുന്നു ഞാൻ വീണ്ടും സ്കൂളിൽ വന്ന് തുടങ്ങിയത്. ആദ്യമായിട്ട് നാട്ടിൽ വന്ന് പഠിക്കുന്നത്. നാട്ടിൽ വന്ന് പഠിച്ചത് നല്ലൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ് നമ്മളുടെ ഒപ്പം ഇൻട്രാക്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെയാണ്. എനിക്കിതുപോലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഇത്ര ക്ലോസ്നെസ് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ റിസൾട്ട് നേടിയത് എൻ്റെ ടീച്ചേഴ്സ് കാരണം തന്നെ, എൻ്റെ പാരൻസ് സപ്പോർട്ട് ചെയ്ത കാരണം, പിന്നെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട്സും ഞാൻ ഹെൽപ്പ് ചെയ്ത കാരണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് അദ്വൈത് US. എനിക്ക് ഭാരത് വിദ്യാമന്ദിർ സ്കൂളിലാണ് പഠിക്കുന്നത്. എനിക്ക് CBSE ബോർഡ് എക്സാമിൽ 91% ആയിരുന്നു. ഈ സ്കൂളിൽ വെച്ചിട്ട് എനിക്ക് അത്രയും അടുപ്പമുള്ള ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാവരുടെ ഒരു സപ്പോർട്ടും കൂടിയാണ് ഇത്ര വലിയ റിസൾട്ട് കിട്ടിയത്. ഞങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളെ സ്വന്തം മക്കളെ പോലെയാണ് ടീച്ചേഴ്സ് കണ്ടിരുന്നത്. അതിനേക്കാളും കൂടുതൽ വേറെ എവിടെ നിന്നും കിട്ടാനില്ല. അതിന് ഞാൻ നന്ദി പറയും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPI നാട്ടിക മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി കരിക്കുടി ചകിരി തൊഴിലാളി സമരസ്മരണയും സമരസഖാക്കൾക്ക് ആദരവും നടത്തി. കുപ്രസിദ്ധ ഗുണ്ട നാട്ടിക സ്വദേശി കരിപ്പായി രമേശിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു.
ത്രിപുര ലയൺസ് ക്ലബ് നടത്തിവരുന്ന സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പിന്റെ 30ാം വാർഷികം ആഘോഷിച്ചു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.